ഭക്തൻ പറയുക, ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം ചെയ്ത നന്മയാണ് ഞാൻ നീ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഇടയായത്. ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അവൻ നന്മ ചെയ്തില്ലായിരുന്നെങ്കിൽ ജീവനോട് ഇവിടെ ഇരിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ നമുക്കാവത്തില്ലായിരുന്നു. അവൻ്റെ നന്മ അനുഭവിച്ചത് കൊണ്ടാണ് സഭായോഗത്തിന് കടന്നു വരാനും ദൈവത്തെ സ്തുതിക്കുവാനും ഇടയായത്. അതല്ലായിരുന്നെങ്കിൽ വല്ല മോർച്ചറിയിലോ ശവപ്പറമ്പിലോ മണ്ണിനടിയിലോ ആകണ്ടിയിരുന്ന നമ്മെ ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണ, അവൻ നമ്മോട് നന്മ ചെയ്തത് കൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. അവൻ നന്മ ചെയ്തത് കൊണ്ടാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, ജീവനുള്ളവർ യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളവന് മൗനമായിരിക്കാൻ പറ്റത്തില്ല, അവൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും.